ഹലോ ഗായ്സ്, അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഓസ്ട്രേലിയ പോവാട്ടാ. പെങ്ങളും കുട്ടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് മിഠായി മേടിക്കാൻ വേണ്ടി വാപ്പിച്ചോട്ട് നിർത്തിയതാ. മുച്ചേ വിഷമമുണ്ടാ പോണേനെ? പറ, വിഷമമുണ്ടാ? മിണ്ടല്ല. എന്തോ മേടിക്കുകയാണ്. കാറ് ഓടിക്കാൻ വന്നതാണ് ശച്ചുമിപ്പി. കിട്ടിയോ? ആ എന്നിട്ട് 100 ഫെറേറോ റോസർ ഏതാണോ? ഹലോ, കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. പെങ്ങളും മൃദുലയുടെ ഭയങ്കര വലിയ ഫാനാട്ടാ. ആളെ കണ്ടപ്പോ ഭയങ്കര എക്സൈറ്റഡ് ആയി. മുള്ളി ചെറുക്കൻ. ആ മുള്ളി. ഓ, നിങ്ങൾ അങ്ങനെ പോയിട്ടല്ലേ? ഇതിനെ പറ്റി 2 വാക്ക്. എന്തിനൊക്കെ പറ്റിയാ? ഇതിനെ പറ്റി 2 വാക്ക്. കുടുംബക്കാർക്ക് പിന്നെ ഭയങ്കര അഭിപ്രായമാണ്. അത് ഉമ്മക്കറിയടാ, ഉമ്മ പറഞ്ഞേട്ടാ. ഭീകരജീവിയാന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് പിന്നെ ഞാൻ പൂട്ടിട്ടേക്കാണ്. ഒന്നും തരില്ലെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അതെ, ബ്രെഡും ചാമും കൊടുക്കണം, കുട്ടികൾക്ക് കൊടുക്കുള്ളൂ. അപ്പൊ വെകിളി ടിക്കറ്റ് എടുക്കാൻ മറന്നുപോയാ? അല്ലാ, നാട്ടിലേക്ക് എല്ലാവരും പറഞ്ഞില്ലേ? ഞാൻ ഇന്ന് രാവിലെ തന്നെ കുടുംബക്കാരെ വീട്ടിലൊക്കെ പോയി. ഉമ്മറക്ക് പോവാ. ഹായ് ഹായ്, ഹലോ, ഹായ് ഹായ്. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം യാത്രയ്ക്ക് ശേഷം ബിലാല് നേരെ ഓസ്ട്രേലിയക്ക് ലാൻഡ് ചെയ്യാൻ പോവാണ്. നേരല്ല, കോലാലംപൂർ വഴി. അങ്ങനെ വീട്ടുകാരുടെ അടുത്തൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടാ. മലേഷ്യൻ അഭയാർത്ഥികൾ. എന്താണിത്? ഇത് നോക്കിയേ, എന്താ അഭയാർത്ഥികളാ? ഞങ്ങളല്ല ഇത് എടുക്കണത്. എനിക്ക് ഇത് കൊണ്ട് പറഞ്ഞ കഥ ഞാൻ പറഞ്ഞോളാം. ഡിക്ലറേഷൻ പോകുന്നതിന്റെ കീറ്റാർ, ഈ കീറ്റാറോട് എന്താ കാണിക്കാൻ പോണെന്ന് കണ്ടോ? അവിടെ ഓണാണ്ടിരുന്നാൽ അങ്ങനെ ഒരുപാട് കടമ്പകൾക്ക് ശേഷം നമ്മൾ ഗേറ്റിലെത്തി. സോനു ഇവിടെ കാണാൻ. നല്ല വിശപ്പുണ്ട് മോനെ. Pakai colokan datum. എന്ത് പറ്റിയടാ? ഇവിടെ സ്പൂൺ നല്ല കാച്ചാണ്. നല്ലോണം കളിക്ക് തരട്ടെ മോനെ. അതെ, വാരി തരട്ടെ. അമേരിക്കയിൽ തൃശ്ശൂർ പൂരത്തിന് ജനിച്ചത്. ഫ്രീ ഫുഡ് മാത്രമല്ല, കിട്ടും. ടിക്കറ്റ് മുതലാളി. 8 പറ്റിയവിടാ. എന്തോ വരാൻ പോകുന്നത് എന്റെ മനസ്സ് പറയുന്നു. ഞാൻ ആദ്യമായിട്ടാട്ടെ ഈസ്റ്റ് സൈഡിലേക്ക് വരുന്നത്.
അങ്ങനെ ഉറങ്ങി പണ്ടാരടങ്ങിയിരിക്കുമ്പോഴാണ് ഈ സൗണ്ട്. അങ്ങനെ കുട്ടിയുടെ കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് ഉറക്കം പോയിട്ടാ. അങ്ങനെ മലേഷ്യ എങ്ങനെയൊക്കെയോ എത്തി. ബ്രോ Thank you again. Bye. Thanks so much. Bye. Thank you. See you again. ഇതിലല്ല അതില് എവിടെയായിരുന്നു ഗൈസ്? പോണ്ട് ഇത് കേടാക്കി, അത് വർക്ക് ചെയ്തില്ല. എടാ അത് കേടാക്കി, അത് കേടാക്കി. ഐറ്റം ചൂസ് ചെയ്. അത് പേനക്ക്, അത് പേനക്ക് എന്നാലേ വരുള്ളൂ. ആ പൈസ അല്ലോ. അയ്യോ പോയി പോയി, അടിച്ചുപോയി. മെഷീൻ തന്നെ കംപ്ലൈന്റ്, അടിച്ചു പോയി ഗൈസ്. മെഷീൻ ഒരു ദേഷ്യം നമ്മളോട്. മെഷീൻ പോയിക്കോളാം. മെട്രോ കാടൊക്കെ വെച്ചൊക്കെ ചായ കുടിക്കണേ. പറയാനുള്ളതൊക്കെ എല്ലാം ഇന്നൊറ്റ ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കല്ലേ. ഒരു മാസം ഉണ്ട്. ഇത് സാമ്പിള. ഇത് മാസ്ക് ചെയ്തറിയോ? ഇത് മാസ്ക് അവസാനിക്കുന്ന നമ്പറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അവസാനിക്കുള്ളൂ എന്ന് എനിക്കറിയാം. അല്ലാതെ ഈ മാസ്ക് ചെയ്തറിയോ? ചമ്മല ഇതൊക്കെ ലോകത്ത് എവിടെ ചെന്നാലും ഓടാ. അതിന്റെ ഇവിടെ ഓടല്ല. ദുബായ് കാട് പക്ഷേ എല്ലാണ്ട് കോഫി അടിക്കാൻ കാശില്ല. ചായക്ക് ഗുണമില്ല. അല്ലല്ല, ഈ കാട് മൊത്തം മൊത്തം ഉരച്ചിട്ട് ബാങ്കിന് കൊടുത്ത്. ഇത്രയും കട്ടിയുള്ള ഇത് നല്ലത്. ഞാൻ കാര്യം അത് പഴയതാ, അത് പഴയതാ, അത് പഴയതാ, അത് പഴയതാ, അത് പഴയതാ. പോയി പോയി എല്ലാം വിജയിക്കൂല. കുറെ കൂടി എല്ലാം കൂടി എടുത്തിട്ടിട്ട് ഒരു മാസം. ചെസ് നമ്പർ 2 ഓൺ ദി സ്റ്റേജ്. എന്തെങ്കിലും തരുമെന്ന് ചോദിക്കും. അതായത് ഇതിന് കിട്ടുമോ നോക്ക്. പേ പേ പേ. പിന്നെ വേണ്ട, ഇതല്ല വൈഫൈ. അല്ല അല്ല, അത് ചുമ്മാ മുകളില് ഇൻസേർട്ട്. ബ്രോ ഇൻസേർട്ട് എടുക്കണ്ട്. ബ്രോ ഇൻസേർട്ട് എടുക്കണ്ട്. ആ ദേ 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 ദേ. ആ യഹയോ സമാവതും. ഗൈസ് എന്റെ കാർഡ് വർക്ക് ചെയ്തു ഗൈസ്. യെസ് മോനെ. അതൊന്നും എടുത്ത് മരം കളയണം. കാർഡ് എടുത്തപ്പോ എനിക്ക് ഞാനും ഒരു കാർഡ് എടുത്ത് നോക്കട്ടെ. സ്വന്തം പൈസക്ക് വളരെ അഭിമാനത്തോട് വളരെ അഭിമാനത്തോടു കൂടി കോഫി ഉണ്ടാക്കുന്ന ബിലാൽ. ഇതോടുകൂടി അവന്റെ കാർഡ് തീർന്നു. ഇനി നിനക്ക് തിരിച്ചു നാട്ടിലേക്ക് പോവാം. ഞങ്ങളുടെ ട്രിപ്പിനുണ്ടോന്ന് മാമനാണ് താരം. മാമനൊരു നോട്ട് ബുക്ക് നിറച്ച് കാർഡുകളാണ്. ലുലുവിന്റെ പ്ലേ സ്റ്റോറിലെ കാർഡ്, അമൃത ഹോസ്പിറ്റൽ, രാജഗിരി, ലേശ്വർ എല്ലാം ഒ പി കാർഡ് ഉണ്ട്. അങ്ങനെ ഇതാ വീണ്ടും ചെയ്യാൻ പോകുന്നു. ചെയ്യപ്പറ വരെ അല്ല, അതല്ല, ആദ്യം ഇതാണ് കോഫി. കോഫി ഇതാണോ ഹോട്ട്? മറ്റേത് മറ്റേ നോൺ കോഫി. രണ്ടാമത്തെ ആ എടുക്കും.
വീണ്ടും പറയാനുള്ള നിനക്ക് അവസരമുണ്ട് കണ്ണൂരിലെ ബാങ്കിലെ വർക്ക് ചെയ്തു. അച്ഛൻ്റെ ബാങ്കല്ലേ കൊടുത്തോ ഇത് അവിടെ വർക്ക് ചെയ്തു. ഏടാ മോനെ വർക്ക് ചെയ്ത് മോൻ എങ്ങനെ ഇരുന്നോ മൂഞ്ചി തെറ്റിട്ടാ. അതെ, കളിയാക്കിയവർക്ക് ഉത്തരം കൊടുത്തോ. അങ്ങനെ വേണ സർക്കാർ രാമൻകുട്ടി എയർപോർട്ടിലൊന്നും ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു പരിപാടി ഇതാട്ടാ. എല്ലായിടത്തും ഇങ്ങനെ പുറത്തെടുത്ത് കാണിച്ചു കൊടുക്കണം. കൊച്ചി ടു കോലാലംപൂർ 4 മണിക്കൂറാണ് കേട്ടോ ട്രാവല്. ഇനി ഇത് കഴിഞ്ഞ് 6 മണിക്കൂർ ഇനിയും ട്രാവൽ ചെയ്യണം. അതില്ലാത്തോണ്ട് നീ അത് ഭയങ്കര സീരിയസ് ആയിട്ട് അത് പടിയായിരുന്നു. അപ്പൊ അതങ്ങനെ തന്നെയാണ്. നമുക്കിനി ഒരുപാട് സമയം ബാക്കിയുണ്ട്. സോ ഇന്ന് മൈക്കിൾ മൂവി കാണാം. ഒരു ഷുണ്ണാമ്പനെ കാണിച്ചിട്ട് ഇവിടെ ഒന്നും കിട്ടിയില്ല. ഇവിടെ ഒന്നും കിട്ടിയില്ല. മറ്റേ ഇതിന്റെ ആളാണ്, ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിന്റെ. എനിക്കിതൊന്നും തിന്നറിയാൻ പാടില്ല. ഞാൻ പെട്ടിരിക്കുക, അതൊക്കെ തുറക്കറിയാൻ പാടാണ്. ഇവിടെ എന്താ സ്ഥിതി? തേത്തോട്ടങ്ങി ഇവിടെ അതിനൊക്കെ ഒരു യോഗം വേണമെന്ന്. അവിടെ ഫുഡ്, ഇവിടെ ഫുഡ് ലൈഫ് തന്നെ. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേസ്. ഫുഡ് വരുന്നത് ഇതൊരു സാധനം, ഇതിൻ്റെ അകത്ത് ഈ സാധനം എന്നിട്ട് അവര് പീസ, മെക്സിക്കൻ തേങ്ങാക്കൊല മലയാളത്തിൽ പറയാതെ പിച്ചമയൊക്കെ പറയണ്ട ഇവിടെ. എന്താന്ന് വെച്ചപ്പോ പിന്നെ സാലഡ്, യോഗട്ട്, പിന്നെ ജ്യൂസ്. ഏതാണ് ഓറഞ്ച്? ഇതെന്താന്ന് അറിയാൻ പാടാം. ഓപ്പൺ ആക്കിയിട്ട് പറഞ്ഞുതരാം. ഇത് പീനട്ട്. അങ്ങനെയൊക്കെയാണ്. ഫ്ലൈറ്റിൽ നിന്നൊക്കെ കോളൊക്കെ ചെയ്യണം. ലൈഫ് തന്നെ. അതെ. ഉമ്മ എന്താ പറഞ്ഞത്? ഉമ്മ എന്താ പറഞ്ഞത്? ആ ഉമ്മ എടുത്ത് വന്നിട്ടേ മോനെ അവരൊന്ന് നോക്കിയേക്കണം. ഫുഡ് കണ്ടു കഴിഞ്ഞാൽ അവന് ഫുഡ് എന്ന് പറഞ്ഞ ഭ്രാന്താണ്. മൂത്ത ഭ്രാന്തായ ഇവന്റെ നാട്ടിലെ കല്യാണം വിളിക്കാൻ വന്നവര് എന്താ പറയണത്, മെഡിക്കൽ കോളേജിന്റെ അടുത്ത് കല്യാണം ഉണ്ട്. 1200 പേരും പിന്നെ ബിലാലിന് ഫുഡ് അങ്ങനെ ഓർഡർ ചെയ്യണം കാറ്ററിംഗില്. ഒരു മാസം സ്പോൺസർ വീട് മാറി. അയ്യോ അത്ര ഉള്ളൂ. ആ വേദയാണ് ഇപ്പൊ ഏതാണ് വെറൈറ്റി സംഭവമാണ്. നമ്മൾ കടലിന്റെ മുകളിൽ നിന്നും ഇങ്ങനെ മുക്കി നമ്മളിവിടെ 5 മണിക്കൂർ ട്രാവൽ കവർ ചെയ്താണ്. ഫിലിം പോലെ ഒരു വെറൈറ്റി സാധനം, ഫ്രൈഡ് എന്തോ ഒരു സാധനം. പിന്നെ ഫിഷാണ്. ഫിഷുണ്ട്. ഫിഷും പീനട്ടും അടിപൊളിയാണ്. അത് ഉണക്കമീനും
പീനട്ടും മിക്സ് ആയിട്ട് ടേസ്റ്റ് വയറ്റിക്കോളും. വേറിട്ടൊരു ചുമ. എത്തണില്ലല്ലോ. നമ്മൾ ഓസ്ട്രേലിയയിൽ എത്തുന്നതിന് മുന്നേ ഇതുപോലൊരു ഫോം ഫില്ല് ചെയ്യണം കേട്ടോ. നമ്മുടെ സ്പോൺസറിൻ്റെ ഡീറ്റെയിൽസും എവിടെ നിൽക്കണമെന്നുള്ള ഡീറ്റെയിൽസും പിന്നെ നമ്മുടെ കയ്യിലുള്ള മരുന്നുകളുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയുണ്ട് ഇല്ല എന്നുള്ളതൊക്കെ ടിക്ക് ചെയ്തിട്ട് കൊടുക്കണം. പിന്നെ അടുത്ത സെഷൻ ബ്രോ അടുത്ത സെറ്റ് ഫുഡ് എത്തിയിട്ടാ. അവിടെ എത്തിയില്ല. ആ ഫുഡ് കഴിഞ്ഞിട്ടായിരുന്നു. ഞങ്ങൾ പടം കണ്ടെത്തിയിരുന്നു. അങ്ങനെ എത്തി മക്കളെ എത്തി. ഉറങ്ങി എണീക്കാം ഫുഡ് കഴിക്കാം. താങ്ക് യു. ഇതെന്താണ് ഇവിടെ ഒന്നും കിട്ടിയില്ല. ആ വരുന്നുണ്ട് സെറ്റാണ്. എനിക്കത് ഇഷ്ടപ്പെടല്ലേ. അങ്ങനെ പലതുകൊണ്ട് ചാർക്കോൾ എന്നിട്ടത് കൂൾ ട്രീറ്റ് ആ മൂട് വന്നേക്കട്ടെ ഞാൻ തിന്നോളാം. ഇതെന്താണ് എന്തൊക്കെയൊക്കെയോ ആണ്. ഒരു തണുപ്പുണ്ടല്ലോ. എനിക്കറിയില്ല. കഴിച്ചോക്കട്ടെ. ഞാൻ ഓറഞ്ചിന്റെ ആളാണ്. അയ്യോ എന്തോ ചിക്കൻ പപ്സ് ആണ്. നൈസ്. വേറെ ഒരു ടേസ്റ്റ്. ഇതെന്താന്ന് വെച്ചത് ഈ സാധനം എങ്ങനെയുണ്ട്? കൊള്ളാവോ? കഴിച്ചു നോക്കാം. അങ്ങനെ ബിലാലും സോനവും ആദ്യമായിട്ട് ഓസ്ട്രേലിയൻ മണ്ണിൽ കാലുകുത്തിയിരിക്കുന്നത് മക്കളെ. ബിലാലിന്റെ സന്തോഷം കാണിക്കും. അവരെ ഇറക്കി വിടുമെന്ന് അതല്ലേ കറക്റ്റ് ബിലാലിന്റെ സന്തോഷം നമുക്ക് ബിലാലിന്റെ സന്തോഷം. കറണ്ട് വരുന്നു. ഓഫായി. എന്റെ സന്തോഷം സന്തോഷം. കാലുകുത്തില്ലല്ലോ, കുത്താൻ പോണല്ലോ ഉള്ളത്. കുത്തി പറഞ്ഞില്ലല്ലോ, കുത്താൻ പോണല്ലോ. ഇനിയാണ് ഓസ്ട്രേലിയ സജിലം മറക്കാൻ പോണത്. ഓസ്ട്രേലിയ മറച്ചിടുവാൻ ഇവരായിട്ട് പറയാലോ അത്. അയ്യോ എല്ലാം സഹിക്കാൻ കരച്ചിൽ സഹിക്കാൻ പറ്റില്ല. എനിക്കൊന്നും ചെവിവേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് നല്ല കരച്ചിലായിരിക്കും. അയ്യോ അല്ലേ പിള്ളേരെ കരച്ചിൽ എങ്ങനെയുണ്ട്? ആ മലേഷ്യ പിള്ളേർ തെറ്റാ പോലോ. ഉറക്കം വന്നിട്ട് കിളി മേടിക്കാൻ തൊട്ടിപ്പുറത്ത്. അയ്യോ കുഴപ്പമില്ല. അറ്റത്താണ്ട് എന്തായാലും ഫ്ലൈറ്റ് സ്ലോ ആയിട്ട് പ്രതിപെട്ടെന്നൊരു സൈഡ് വലിവ്. നീ അല്ല ഞാൻ. ഓ ഇരുപത്തഞ്ചുള്ളൂ 25 കൂടാ.
അല്ലെങ്കിൽ പോകണമെന്നുണ്ട് എന്താണ് പൊട്ട ഞാൻ കുത്തിയിട്ട് ഞാൻ ഉറങ്ങിപ്പോയി അവിടെ പിന്നെ ചെയ്യണ്ടായില്ല. എല്ലാ ആരുടെയും വന്നു, എൻ്റെ വന്നിട്ടില്ല. മക്കളെ പോവാ അതിൻ്റെ വന്നിട്ടില്ല. ദേവന് ബ്രോ പെട്ടിനെ പോലും വെറുതെ വിടൂല. കവർ ചെയ്തിട്ടാ. ആ തബല അല്ല അതിന്റെ കൂടെ കിട്ടിയതാ. പിന്നെ അവിടുത്തെ കലണ്ടല്ല. അങ്ങനെ ഒരുപാട് കടമ്പകൾക്ക് ശേഷം നമ്മൾ പുറത്തെത്തിയിട്ടാ. കുറേ ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഹായ് ബിലാൽ. ഹായ് ബിലാൽ. ഹായ്. നമ്മളെത്തി ഗായ്സ്. അങ്ങനെ നമ്മളെത്തി മക്കളെ. ഹലോ ഗൈസ്, ഫൈനലി വി ആർ ഹിയർ. നമ്മളെല്ലാവരും വലിയൊരു ടീമാണെന്ന് അല്ലേ? ഗൈസ് ഇവിടെ 10 ഡിഗ്രിയാണ് തണുപ്പ്. ഞാൻ ജാക്കറ്റ് വന്നിട്ടില്ല. എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായിട്ടത്. അല്ല എന്താണ് അവസ്ഥ എന്നൊന്നും അറിയില്ല. നോക്കട്ടെ. തണുപ്പുണ്ടായില്ലേ ഒക്കെ അറിയാം. എടാ ജാക്കറ്റ് ഇട്ടുള്ളത് അയ്യോ നടക്കട്ടോ. നീ തണുപ്പ്. അയ്യോ വർക്കണ് ജാക്കറ്റ് ലോക്കായി ഗൈസ്. ഞാനിവിടെ ലോക്കായി. തകർക്കാൻ അതെ. വണ്ടി പണി അമ്മീ ഇത് വന്നില്ല. എത്രയും വലിയ ലിഫ്റ്റിൽ നിന്നാണ് വന്നത്. ലഗേജ് കയറ്റൽ പരിപാടി നടക്കുന്നു. അങ്ങനെ എൻ്റെ ആദ്യത്തെ ഓസ്ട്രേലിയൻ റോട്ടിൽ കൂടെയുള്ള യാത്രയാണിത്. യെസ്, നമ്മൾ വീടെത്തി ഗൈസ്. സാധനങ്ങൾ ഇറക്കും ഗൈസ്. ടീമെത്തിപ്പോയി. ദിസ് ഈസ് അവർ വീട്. പിസ്സ യെസ്. കത്തും കേട്ടല്ലോ. നൈസ്. കിച്ചൺ. 2 ബെഡ്റൂം റൂം. ആ ഇതെന്താ അമ്പോ അടിപൊളി സ്ഥലം. പെട്ടെന്നാവട്ടെ. ഇതാ കരിങ്കല്ല് പോലെ ആയല്ലോ. ഒയ്യോ ഇത് നമ്മുടെ പൊറോട്ടയാണ്. നമ്മുടെ മലബാർ പൊറോട്ട. മടങ്ങണില്ല. ആ ഓ അങ്ങനെയാണോ? റെഡി ടു കുക്ക് ആണോ? പൊളിക്കും. ഹൈ എൻ്റെ ബാഗ് എടുക്കാം. എന്ത് ഷിറ്റ് ചെയ്യണ? നല്ല തണുപ്പാണ് മോനെ, രക്ഷയില്ല. 10 ഡിഗ്രി. എത്ര പറഞ്ഞേ? 10, 16 to 10. രാവിലെ 6 പറഞ്ഞു. ഓ പക്ഷെ ഞാൻ ഇതൊക്കെ ഇട്ട് ചില്ല് ചെയ്ത് നടന്നു. കുഴപ്പമൊന്നുമില്ല. ഞങ്ങളിങ്ങനെ മടിച്ചിരിക്കുകയാണ് ഗൈസ്. ഭയങ്കര വലിയൊരു മടി. ഇവിടെ സമയം 18 മണിയായി. പക്ഷെ നാട്ടിൽ അയ്യോ 6:30 ആയിട്ടുള്ളൂ. അതൊക്കെ ചെയ്താൽ മതി. ഒരു 5 മിനിറ്റ് ഫുഡ് ആയിരുന്നു.
ഒന്നുമില്ല. എനിക്ക് ചുരുക്കത്തിലെ കണ്ടില്ലേ ബിഗ് ബോസ് ഓർമ്മ വന്നത്. ഗുഡ് മോർണിംഗ് ബിഗ് ബോസ്. എന്ന് ബിഗ് ബോസ് ഹൗസിൽ ബിഗ് ബോസ് ഹൗസ്. അതെ ശരിക്കും ബിഗ് ബോസിന്റെ ആള്. അയ്യോ ലാസ്റ്റത്തെ സപ്ര, നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ്. മുതലാളിമാർ ഫുഡ് കഴിക്കുന്നു. ഫുഡൊക്കെ ഇഷ്ടായോ? അപ്പോൾ അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഉറങ്ങാൻ പോവുകയാണ്. ഒരാൾ ഫ്ലാറ്റായി, ബാക്കി എല്ലാവരും ഫ്ലാറ്റായി. സമയം 1:30 ആയിട്ടാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.